ചൈനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പറക്കും തളിക പാഞ്ഞെടുത്തിരിക്കുന്നു. ഞൊടിയിടയിൽ നിമിഷ നേരം കൊണ്ട് തന്നെ ആ പറക്കും തളികയെ ചൈനീസ് സൈനികർ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ചൈനീസ് വ്യോമ മേഖലയിൽ ആ പറക്കും തളിക എത്തിയത്? എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ഇനിയിപ്പോൾ ഉൽക്കകൾ പോലും ചൈനയെ ലക്ഷ്യമാക്കി വന്നാലും അതിനെ തകർക്കുമെന്ന അവകാശവാദമാണ് ചൈനീസ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ഉയരുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും സംഭവിച്ച സത്യാവസ്ഥ എന്താണ്? സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈറലായി തന്നെ പ്രചരിച്ച ഒരു ദൃശ്യമുണ്ടായിരുന്നു. അതായത് ഒരു അജ്ഞാത വസ്തുവിനെ ചൈനീസ് മിസൈൽ തകർത്ത് തരിപ്പണമാക്കുന്നു. ഏറെ വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ ഇതങ്ങ് പ്രചരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഈ വസ്തു എന്ത് എന്നുള്ള ചോദ്യമായി. അതൊരു പറക്കും തളികയാണ്, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് അഥവാ UFO ആണെന്നുള്ള വിവരമാണ് പലരും പങ്കുവച്ചത്. പലരുടെയും അവകാശവാദം. ചൈനയിലെ ഷാഡോങ് പ്രവിശ്യയിലാണ് സൈനികർ ഈ അജ്ഞാത വസ്തുവിനെ കണ്ടതും തൊട്ടു പിന്നാലെ വെടിവെച്ചിട്ടതും. സെപ്റ്റംബർ 12-ാം തീയതി വെള്ളിയാഴ്ചയാണ് ചൈനയിൽ വോഫാങ്, റിസാവോ നഗരങ്ങൾക്ക് സമീപത്തായി പ്രാദേശിക സമയം ഏകദേശം രാത്രി 9 മണിയോടെ ഈ സംഭവം ഉണ്ടായത്. ഇത് കണ്ട ഉടൻ തന്നെ വളരെ വേഗത്തിൽ ചൈനീസ് സൈനികർ ഇടപെടുകയായിരുന്നു. എന്താണെന്നുള്ളത് തുടക്കത്തിൽ അവർക്ക് മനസ്സിലായിരുന്നില്ല. ശത്രുവിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന മിസൈലോ മറ്റ് വിമാനങ്ങളോ ചെറിയ ഡ്രോണുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാമെന്നുള്ള അനുമാനത്തിലായിരുന്നു ആക്രമണം നടത്തിയത്. എന്നാൽ തൊട്ടു പിറകെ ഇതൊരു UFO ആണെന്നുള്ള വിവരമാണ് അവിടുത്തെ ചില പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവച്ചത്. ഈ അജ്ഞാത വസ്തു വളരെ ഭൂമിയോട് ചേർന്ന് തന്നെ താഴ്ന്നു പറക്കുകയായിരുന്നു. തൊട്ടു പിറകെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ഒരു മിസൈൽ വളരെ വേഗത്തിൽ ഇതിനെ വെടിവെച്ചിട്ടു. ബോംബ് പൊട്ടുന്നത് മാതിരി അത് പൊട്ടിത്തെറിച്ചു എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രദേശവാസികൾ പകർത്തി വ്യാപകമായി ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചുവന്ന തീഗോളം പോലെ കാണപ്പെടുന്ന രീതിയിൽ ഈ വസ്തു പൊട്ടിത്തെറിച്ചുവെന്നും ഈ മിസൈൽ വസ്തുവിനെ ഇടിച്ചു, അതിനുശേഷം 2 പൊട്ടിത്തെറികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി സംഭവിച്ചുവെന്നു കൂടിയാണ് പ്രദേശവാസികൾ പറയുന്നത്. ചൈനീസ് സമൂഹ മാധ്യമങ്ങളിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വസ്തുതാ പരിശോധനയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടാത്തത് കൊണ്ട് തന്നെ ചൈന സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു വിവരം രാജ്യത്തിന് പുറത്തേക്ക് പൊടുന്നതിനെ വിടാറുള്ളതല്ല. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ഇത് മറ്റ് രാജ്യങ്ങൾക്ക്, മറ്റ് ന്യൂസ് ഏജൻസികൾക്ക് ഇത് ശേഖരിക്കുക എന്ന് പറയുന്നതും വലിയ വെല്ലുവിളിയേറിയ ഒരു വിഷയം തന്നെയാണ്. എന്തായിരുന്നാലും ഈ ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു പറക്കും തളികയാണെന്നുള്ള അനുമാനത്തിലേക്ക് പലരും എത്തിയിരിക്കുന്നു. ഈ സ്ഫോടനത്തിന് പിന്നാലെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ആ മേഖലയിലൊക്കെ തന്നെ പതിച്ചിട്ടുണ്ടായിരുന്നു. ഷാഡോങ് പ്രവിശ്യയ്ക്ക് തൊട്ടടുത്തുള്ള ബൊഹായ് കടലിൽ ചൈന സൈനിക അഭ്യാസങ്ങൾ നടത്തുന്ന സാഹചര്യം കൂടിയായിരുന്നു. അപ്പോൾ ചൈന ഒരു സൈനിക അഭ്യാസം നടത്തുമ്പോൾ ഒരു വിദേശ ശക്തി ഒരുപക്ഷെ നിരീക്ഷണത്തിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു ഡ്രോൺ പരീക്ഷണമായോ അതല്ലെങ്കിൽ ചാരപ്രവർത്തിക്കായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപയോഗിച്ചതോ ആയിരിക്കാമെന്നുള്ള അനുമാനം പല പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ അപ്രതീക്ഷിത സംഭവം ഉണ്ടായതിനെ ചൈനയും അപ്രതീക്ഷിതമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഒരിക്കലും ഒരു ചാര നീക്കം എന്ന രീതിയിലേക്ക് ചൈന നോക്കിക്കാണുന്നില്ല. ഔദ്യോഗികമായ പ്രതികരണം വരുന്നതുവരെ എന്താണ് പൊട്ടിത്തെറിച്ചതെന്നോ എന്തുകൊണ്ട് ഇത് പൊട്ടിത്തെറിച്ചുവെന്നും ഒന്നും തന്നെ ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. ചൈനീസ് സൈന്യം ഒന്നുകിൽ ഇത് ഡ്രോൺ ആണെന്ന് സമ്മതിക്കണം, അതല്ലെങ്കിൽ ഒരു ഉൽക്കയാണെന്നോ ഒരു പറക്കും തളികയാണെന്നോ എന്താണെന്നോ അവർ പറയേണ്ടതായിട്ടുണ്ട്. അവരത് പറയാത്ത പക്ഷം ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനു മുൻപ് നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിലും മറ്റുമൊക്കെയായി ചെറിയ ബലൂണുകൾ ഇത്തരത്തിൽ പറത്തിവിട്ടിട്ടുണ്ടായിരുന്നു. ചൈനയുടെ നിരീക്ഷണ ബലൂണുകളായിരുന്നു അതെന്നും അതിനെ ഫലപ്രദമായി തന്നെ വെടിവെച്ചിട്ടുവെന്നും അമേരിക്ക നേരത്തെ പറഞ്ഞത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. സമാനമായ രീതിയിൽ പല രാജ്യങ്ങളിലും ചൈന ചാരപ്രവൃത്തികൾ നടത്താറുണ്ട്. ഇതുപോലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ബലൂണുകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ കപ്പലുകൾ, സാധാരണ ചരക്ക് കപ്പൽ എന്ന രീതിയിൽ ചാര രഹസ്യ കപ്പലുകൾ ഒതുക്കിയുമൊക്കെ ചൈന പലതരത്തിൽ വിവരങ്ങൾ ചോർത്താറുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ അങ്ങനെ വിവരം ചോർത്താനായി പല ശ്രമങ്ങളും ചൈന നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ചൈനയുടെ വിവരം ഇതാരാണ് ചോർത്തിയത്, അത്ര മിടുക്കൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അമേരിക്കൻ കോൺഗ്രസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിൽ പറയുന്നത് ഒരു സൈനിക ഡ്രോൺ അല്ലെങ്കിൽ ഒരു മിസൈൽ ഒരു പറക്കും തളികയിലേക്ക് പാഞ്ഞിടിക്കുന്നു, അതിനുശേഷം അത് പൊട്ടിത്തെറിക്കുന്നു. ഈ അജ്ഞാത വസ്തു ചൈനയിലെ ആ പ്രവിശ്യയിലേക്ക് തകർന്നു വീഴുന്നു. ഇതൊന്നുകിൽ ചൈന നടത്തിയ ഒരു സൈനിക അഭ്യാസമായിരിക്കാം, ഒരു മോക്ക് ഡ്രിൽ പോലുള്ള പദ്ധതികൾ എന്തെങ്കിലും. നമ്മുടെ വ്യോമ മേഖലയിലേക്ക് കടന്നു വരുന്ന
അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടോ അത് പരിശീലിക്കാൻ വേണ്ടിയിട്ടോ ചൈന നടത്തിയതായിരിക്കാം. ഒരു വ്യാജ ഡ്രോൺ അല്ലെങ്കിൽ ഒരു മിസൈൽ ആയിരിക്കാം എന്നുള്ള സംശയമടക്കം അമേരിക്ക പങ്കുവെക്കുന്നുണ്ട്. ബൊഹായ് കടലിലെ സൈനിക അഭ്യാസത്തിനിടയിൽ പട്ടാളക്കാർ അത് വെടിവെച്ച് വീഴ്ത്തിയതും സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായിരിക്കാമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതൊരു ഉൽക്കയാണോ അല്ലയോ എന്നുള്ള വാദവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്. ആസ്ട്രോയിഡ്സ് ഉൽക്കയാണെന്നുണ്ടെങ്കിൽ അതിന് ചില ഘടനകളുണ്ട്. അത് ബഹിരാകാശ ശാസ്ത്രജ്ഞരടക്കം അതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. അത് ഭൂപ്രതലത്തിലേക്ക് എത്തുമ്പോൾ വ്യോമ മേഖലയിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിക്കുന്നതാണ്. അജ്ഞാത വസ്തുവിന് ഉൽക്കയ്ക്ക് സമാനമായ ഒരു ഘടനയില്ല. കാരണം ഉൽക്കയ്ക്ക് ഒരു വാൽഭാഗമുണ്ട്. ഇതിന് അത്തരത്തിലൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉൽക്കയല്ല എന്ന് അനുമാനിക്കുന്നു. ബഹിരാകാശത്തെ പാറകളാണ് ഉൽക്കകൾ. അതിൻ്റെ ആ പാറകളുടെ ചെറിയ കഷ്ണങ്ങൾ ഉൽക്കകൾ എന്ന രീതിയിൽ ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സ്വയം കത്തി വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഇത് വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഘർഷണത്തിന് കാരണമായി ഉൽക്കാശിലേക്ക് ചുറ്റും വൈദ്യുത ചാർജുള്ള വായുവിൻ്റെ ഒരു തിറങ്ങുന്ന വാൽ സൃഷ്ടിക്കപ്പെടും. ഇതിൻ്റെ വേഗത മൂലം അതിനില്ലാത്തൊരു വാൽ നമ്മുടെ കണ്ണിൽ കാണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന വസ്തു എന്ന് പറയുമ്പോൾ ഇത് ഉൽക്ക വന്ന് പതിക്കുന്ന ആ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഒന്നും തന്നെ ആയിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ആ പ്രൊജക്റ്റൈൽ അല്ല എന്നുള്ളത് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താഴ്ന്നു പറക്കുകയായിരുന്നു. വളരെ വേഗം കുറഞ്ഞ രീതിയിലായിരുന്നു. ഉൽക്കകളുടെ വേഗത്തിനോട് സമാനമേ അല്ല. വീഡിയോയിലെ വസ്തു പറക്കുന്നത് പോലെ ഉൽക്കകൾ സാധാരണയായി നിലത്തിന് സമാന്തരമായി ഒരിക്കലും പറക്കില്ല എന്നാണ് വ്യോമ നിരീക്ഷകരടക്കം ബഹിരാകാശ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണയായി മണിക്കൂറിൽ 25,000 കിലോമീറ്ററിനും 1,60,000 കിലോമീറ്ററിനും ഇടയിൽ വേഗതയിൽ, അത്രത്തോളം വേഗതയിലാണ് ഉൽക്കകൾ സഞ്ചരിക്കുന്നത്. ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് ആ ഘടനകളോ ആ രീതികളോ ഒന്നും തന്നെ ഈ പറഞ്ഞ അജ്ഞാത വസ്തുവിനില്ലായിരുന്നു. ചൈനീസ് മിസൈൽ ഈ ഉൽക്ക തകർത്തുവെങ്കിൽ ഇങ്ങനെ ഒരു വേഗത്തിൽ തകർക്കുന്ന ഒരു വസ്തുവിനെ ഒരു മിസൈൽ വന്ന് പതിക്കുകയാണെങ്കിൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് വളരെ വലുതായിരിക്കും. ഇനി അങ്ങനെ തടയാനായി ചൈനയ്ക്ക് സാധിച്ചാൽ ചൈനയുടെ സൈനിക കഴിവിനെ വെല്ലുവിളിക്കാൻ ലോകത്ത് ആർക്കും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ചൈന ഉണ്ടാക്കിയെടുത്ത ആ നേട്ടം അത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കും എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒരു വലിയ കുതിച്ചുചാട്ടത്തെ തന്നെയാണ് അത് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംശയങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ സംവാദങ്ങൾക്ക് കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും ഉൽക്കയല്ല എന്ന വാദത്തിന് ഇത് കൂടുതൽ ബലം പകരുകയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ഈയടുത്തായി പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടു പിന്നാലെയാണ് ചൈനയിലെ ഈ സംഭവം വാർത്തകളിൽ വലിയ തോതിൽ തന്നെ ഇടം നേടുന്നത്. എന്തായിരുന്നാലും സൈനിക ഡ്രോണുകൾ പറക്കും തളികളിൽ നിന്നും അകന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ചൈനയിൽ നിന്നുള്ള ഈ വാർത്ത വലിയ തോതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നാലും ചൈന വീഴ്ത്തിയത് എന്ത് എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ഔദ്യോഗികമായി ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു വിവരം കിട്ടുന്നതുവരെ ഇത് സംശയമായി തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു.